ദി ഹോണസ്റ്റ് മലബാറിയൻ. അപ്പോൾ ലാസ്റ്റ് ടൈം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഹൗസ് ബിൽഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിരുന്നിട്ട് അവിടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് കുറേ ആൾക്കാരുടെ റീച്ച് കിട്ടി. കോമൻറ്റ് ബോക്സിൽ വന്നിട്ട് ബ്രോ എങ്ങനെയാണ് ഇത് പഠിക്കുക, എങ്ങനെയാണ് ഇവിടെ ജർമ്മനിയിൽ എത്തിപ്പെടാൻ പറ്റുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു മാസ്റ്റേഴ്സ് എങ്ങനെ ഇവിടെ പഠിക്കാം, ബ്രോ എങ്ങനെയാണ് ഇവിടെ മാസ്റ്റേഴ്സ് പഠിച്ചത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പം ഞാനിവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി എത്തിച്ചേരാനായി കാരണക്കാരനാണ് ഇവിടെ ഹാരി എന്ന് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് ഹാരി. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഹാരി ആയിട്ടുള്ള എൻ്റെ ജേണിയും കൂടാതെ ഹാരി കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജർമ്മനിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഹാരി എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഹോണസ്റ്റ് മലബാറിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ക്രൈറ്റീരിയ നമുക്ക് പാസ്സാകേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്രൈറ്റീരിയ കൂടുതലായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സുഹൃത്തായ ഹാരി ഇവിടെ ഉള്ളത്. അപ്പോൾ ഹാരി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവോ? ഉറപ്പായിട്ടും. ഓക്കെ. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് ബാച്ചിലേഴ്സ് കഴിഞ്ഞ എല്ലാ ഡിഗ്രിക്കാർക്കും മാസ്റ്റേഴ്സ് ചെയ്യാം ജർമ്മനിയിൽ. അപ്പം അതായത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ കഴിഞ്ഞ അങ്ങനെയുള്ളവർക്കും പറ്റും. മാത്തമാറ്റിക്സ് അല്ലെ എഞ്ചിനീയറിംഗ് എല്ലാ സ്ട്രീമുകാർക്കും മാസ്റ്റേഴ്സ് ഉണ്ട്. ഇനി ഓരോ മാസ്റ്റേഴ്സിനും ഓരോ റിക്വയർമെന്റ്സ് ഉണ്ട്. ഓരോ യൂണിവേഴ്സിറ്റി ഓരോ റിക്വയർമെന്റ്സ് ഉണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് ജർമ്മനി 2 ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പബ്ലിക്കും ഉണ്ട് പ്രൈവറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പബ്ലിക്കിനെ കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പൊ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയുടെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഒരു ഡിഫറൻസ് ഇല്ലേ, അതെന്താണെന്ന് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവോ? അത് എങ്ങനെയാണ് അത് രണ്ടും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്ക് ജർമ്മനി ഇപ്പം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ് കൂടുതലുള്ള, പ്രൈവറ്റ് വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ. ഇപ്പം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കമ്പയർ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് കോളേജസ് പോലെ തന്നെ ഗവൺമെന്റ് ഫണ്ടഡ് ആണ്. അവിടുത്തെ ട്യൂഷൻ ഫീസ് ഗവൺമെന്റ് ആണ് ഫണ്ട് ചെയ്യുന്നത്. നമുക്കപ്പൊ ട്യൂഷൻ ഫീസ് ആയിട്ട് ഒന്നുമില്ല. അപ്പൊ ഒരു പൈസ അടക്കണ്ടേ അതോ? ഒരു പൈസ അല്ല, നമുക്ക് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ വരും. അതായത് ആ യൂണിവേഴ്സിറ്റി ഇപ്പൊ പല യൂണിവേഴ്സിറ്റിയിലും പല സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഡെഗൻഡോർഫ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നമുക്ക് വരുന്നത് €75 സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ 6 മാസത്തില്. പിന്നെ അപ്പം ഹാനോവർ ഉള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അതിന് വരുന്നത് €350 വരും. അപ്പം ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ അടച്ചാൽ നമുക്ക് സെമസ്റ്റർ കാർഡ് കിട്ടും. ആ കാർഡ് വെച്ച് നമുക്ക് ഇപ്പൊ ഹാനോവർ ആണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് മൊത്തം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. €25 ആണെങ്കിൽ നമുക്ക് വളരെ ആ ഒരു ടൗണിലായിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു സെമസ്റ്റർ മൊത്തം നമുക്ക് ട്രാവൽ ചെയ്യാം കാർഡ് വെച്ച്. അപ്പൊ അതാണ് ആ ഫീസ് വരുന്നത്. ബാഡൻ ബുട്ടംബർഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ് വരുന്നത് നമുക്ക് 1600 സംതിങ് വരുന്നുണ്ട് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ തന്നെ. അപ്പൊ അത് ആ ഒരു യൂണി സ്റ്റുട്ട്ഗാർട്ട് അല്ലെങ്കിൽ കാൾസ്റൂഹെ. അപ്പൊ ബാഡൻ ബുട്ടംബർഗ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമുക്ക് ഈ ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ വരും. ബാക്കി എല്ലായിടത്തും നമുക്ക് €500 താഴെ ആയിരിക്കും ഫീസ്. എല്ലാം പബ്ലിക് യൂണിവേഴ്സിറ്റി. ഇത് ഫീസ് അല്ല, ആ സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് പിന്നെ ഇപ്പൊ ഇതാണ് പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിട്ട് വരുന്നത് നമുക്ക് ചെലവ് വരുന്നത്. അപ്പം ഒരു സ്റ്റുഡന്റ് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്പൊ ആ സ്റ്റുഡന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അത് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് എങ്ങനെയാണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം? പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മളെ കോഴ്സ് നമുക്ക് 2 ഇൻടേക്കാന്ന് പറഞ്ഞല്ലോ, സമ്മറും വിന്ററും. നമുക്ക് ഇനിയും വരുന്ന സമ്മർ ഇൻടേക്കാ, അതായത് ഏപ്രിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്ര നാൾ മുന്നേ ആപ്ലിക്കേഷൻ ചെയ്യണം? നമുക്കിപ്പോ സമ്മർ ഇൻടേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 6 മാസം മുമ്പേ പ്ലാൻ ചെയ്ത് വെക്കണം. ഇനിയും അത് കഴിഞ്ഞ് നമ്മളെ യൂണിവേഴ്സിറ്റീസ് നമ്മൾ ഏതാണ് ബാച്ചിലേഴ്സ് ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡന്റ് എക്സാമ്പിൾ. അപ്പൊ നമുക്ക് നമ്മുടെ CGP എത്രയുണ്ട്, അപ്പൊ നമുക്ക് പറ്റിയ കോഴ്സസ് നമ്മൾ നോക്കുക. കോഴ്സസ് നമുക്ക് ഡാഡ് എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്, അതിനകത്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ പോയവരുണ്ട്. അതാണ് ഒഫീഷ്യൽ സൈറ്റ്. ഡാഡ് ആണെങ്കിൽ ഡാഡിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഫ്രണ്ട്സ് ഇപ്പം കേരളത്തിൽ നിന്ന് എല്ലായിടത്തും ജർമ്മനിയിൽ എല്ലായിടത്തും തന്നെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, എന്നിട്ട് കോഴ്സ് നോക്കുക നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള. ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അല്ലാതെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്, അവരെ കൺസൾട്ട് ചെയ്യുക. അപ്പൊ എന്നിട്ട് കോഴ്സ് എപ്പോഴും നമ്മള് കോഴ്സ് നോക്കുക, നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. പിന്നെ അത് അടുത്ത സ്റ്റെപ്പ് ചെയ്യണം, നമുക്ക് APS വേണം, നമ്മുടെ സർട്ടിഫിക്കറ്റിന്റെ ഒതന്റിസിറ്റി. ലാസ്റ്റ് ഒക്ടോബർ 1 തൊട്ടാണ് APS മാൻഡേറ്ററി ആയത്. അപ്പൊ വിസയ്ക്ക് APS മാൻഡേറ്ററി ആണ്. അതുപോലെ ആപ്ലിക്കേഷൻ ചെയ്യാനും നമുക്ക് APS വേണം. ഒരു 90-95% യൂണിവേഴ്സിറ്റീസിൽ APS വെച്ച് മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇൻടേക്ക് തൊട്ട്, ഈ വരുന്ന ഇൻടേക്ക് തൊട്ട്, സമ്മർ ഇൻടേക്ക് സമ്മർ 2024 തൊട്ട് APS മാൻഡേറ്ററി ആണ്. അപ്പൊ ഈ APS കിട്ടാൻ എത്ര നാൾ? APS ഒരു 3 to 4 months
എടുക്കുന്നുണ്ട്. അത് APSന്റെ സൈറ്റ് ഉണ്ട്, APS.India. അപ്പൊ ആ സൈറ്റിൽ കയറി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് അവര് പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് അവർക്ക് പോസ്റ്റ് ആയിട്ട് കളർ കോപ്പി അയച്ചു കൊടുക്കണം. അതുകൂടാതെ ഒരു 18,000 പേയ്മെന്റും ഉണ്ട്. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 to 4 months APS സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അത് ഡിജിറ്റൽ ആയിട്ട് നമ്മുടെ മെയിൽ ID-യിലോട്ട് വരും. മെയിലായിട്ട് വരും. അപ്പൊ APS വേണം നമുക്ക്, വിസയ്ക്കും വേണം. പിന്നെ ഈ സർട്ടിഫിക്കറ്റ് ജസ്റ്റ് പ്രിന്റ് ഔട്ട് ചെയ്തിട്ട് വിസയ്ക്ക് വെച്ചാൽ മതി. വിസയ്ക്കും വെക്കാം. നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വേണം. APS നമുക്ക് അപ്പൊ നമ്മുടെ APS നമ്മുടെ CGP എത്രയാണ്, ഡീറ്റെയിൽസ് എല്ലാം അവര്. APSന് നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, APSന് IELTS മാൻഡേറ്ററി അല്ല. IELTS ഇല്ലാതെ APS എടുക്കാൻ പറ്റും. അപ്പൊ IELTSന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ IELTSന് സ്കോർ എത്ര വേണ്ടി വരും? ഇപ്പൊ ജർമ്മനിയിൽ IELTSന്റെ സ്കോർ ഇപ്പം IELTSും വിസയ്ക്ക് മാൻഡേറ്ററിയാ. ലാസ്റ്റ് ഒക്ടോബർ വരെ IELTS മാൻഡേറ്ററി അല്ലായിരുന്നു ജർമ്മനിയിൽ. വിസയ്ക്ക് IELTS മാൻഡേറ്ററി. നമുക്കൊരു 5 ഓവറോൾ 6 തൊട്ട് നമുക്ക് വിസയ്ക്ക് വെക്കുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പൊ നമുക്കിപ്പം APS കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ ഹാരി പറഞ്ഞല്ലോ. അപ്പൊ APS കിട്ടിയതിന് ശേഷം ഇനി ഒരു സാധാരണ സ്റ്റുഡന്റ് എന്നുള്ള ഒരു നിലയിൽ ഇനി അടുത്ത പ്രോസസ്സ് അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ ചെയ്യാന്നൊന്ന് പറയാമോ? APS കിട്ടി കഴിഞ്ഞേച്ച് നമുക്കിപ്പം കോഴ്സ് സെലക്ട് ചെയ്യുമല്ലോ. ആരാണോ ഇപ്പം ഒരു ഏജൻസി ചെന്നു, അപ്പൊ നമ്മൾ ആ കോഴ്സസ് നമ്മുടെ പ്രൊഫൈല് കൊടുക്കുക. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ കോഴ്സാണ് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് അപ്പൊ അത് നമ്മൾ അറിയാം, ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏത് കോഴ്സാണ്. ഇപ്പൊ അതല്ല തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തന്നെ കോഴ്സ് നമ്മൾ തപ്പിപ്പിടിക്കുക. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പോയിട്ട് ഓൾറെഡി എല്ലാ സ്ഥലത്തു നിന്നുള്ള സ്റ്റുഡൻസ് ജർമ്മനി പഠിക്കുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു റിക്വയർമെന്റ്, നമ്മുടെ ബാച്ചിലേഴ്സിന് പറ്റിയ കോഴ്സ് ഏതൊക്കെയാണ് കണ്ടുപിടിക്കുക. ആ കോഴ്സും യൂണിവേഴ്സിറ്റിയും നോക്കിയിട്ട് അവിടുത്തെ ആപ്ലിക്കേഷൻ ഡെഡ്ലൈന്, ഇപ്പൊ പല യൂണിവേഴ്സിറ്റി പല ഡെഡ്ലൈൻ വരുന്നത്. ഇപ്പൊ സമ്മർ ഇന്ത്യയിലേക്ക് January 15th വരെ ഡെഡ്ലൈൻ വരുന്നുണ്ട്. അപ്പൊ ആ ഡെഡ്ലൈന് മുമ്പായിട്ട് അവര് ആപ്ലിക്കേഷൻ ആ യൂണിവേഴ്സിറ്റി മൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് 2 ടൈപ്പ് മൂവ് ചെയ്യാൻ പറ്റും. ഒന്ന് യൂണിവേഴ്സിറ്റി ത്രൂവും പറ്റും, ഒന്ന് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ യൂണിവേഴ്സിറ്റി ത്രൂ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് APS മാൻഡേറ്ററി ആണ്. അത് കൂടാതെ നമുക്ക് അവിടെ ഒരു ഫീസ് വരുന്നുണ്ട്, നമ്മുടെ പ്രോസസിംഗ് ഫീസ് ആയിട്ട്. യൂണിവേഴ്സിറ്റിന് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി ചെയ്യുമ്പോൾ 75 euros പിന്നെ 30 euros നമുക്ക് ഓരോ കോഴ്സ് ആഡ് ചെയ്യുന്നതനുസരിച്ച്. അപ്പൊ അത് നമുക്ക് യൂണിവേഴ്സിറ്റി ത്രൂ, ചില യൂണിവേഴ്സിറ്റി ത്രൂ ആണ്, ചിലത് ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഫീസ് ഇല്ല. അപ്പൊ നമുക്ക് പറ്റിയ ഏത് യൂണിവേഴ്സിറ്റി ആണോ അത് കണ്ടുപിടിച്ച് അതനുസരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുക. അപ്പം ഒരു സ്റ്റുഡന്റിന് ഓഫർ ലെറ്റർ കിട്ടി. അപ്പൊ ഈ ഓഫർ ലെറ്റർ കിട്ടിയ ഒരു സ്റ്റുഡന്റ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യുന്നത്? ഓഫർ ലെറ്റർ കിട്ടിയ സ്റ്റുഡന്റിന് നമുക്ക് അടുത്ത വിസയ്ക്ക് മൂവ് ചെയ്യാം. നമുക്ക് ഇപ്പോ സമ്മർ ഇന്ത്യക്കാണല്ലോ നോക്കുന്നത്. അപ്പം ഏപ്രിലൊക്കെ ആയിരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് ജർമ്മനിയിൽ എത്താൻ നോക്കണം. നമുക്ക് വിസയ്ക്ക് VFS-ലാണ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. നമുക്ക് ബാംഗ്ലൂരും കൊച്ചിയിലും VFS ഉണ്ട്. അപ്പൊ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാംഗ്ലൂരിലും കൊച്ചിയിലും മാത്രമേ നമുക്ക് VFS-ൽ വെക്കാൻ പറ്റൂ? നമുക്ക് ബാംഗ്ലൂരും കൊച്ചിയിലും മാത്രമേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അതിന് APS സർട്ടിഫിക്കറ്റ് വേണം അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. അപ്പൊ APS വെച്ച് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക. നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണം. ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ഇന്ത്യൻ റുപ്പീസ് ഒരു 10,50,000 റേഞ്ച് വരും. അത്രയും വരും. അത് നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ട് കാണിക്കുക. അതിപ്പോ യൂറോയിൽ പറയുകയാണെങ്കിൽ എത്രയായിരിക്കും? യൂറോയിൽ പറഞ്ഞ 11,000 സംതിങ് യൂറോസ് വരും. അത് നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആയിട്ട് കാണിച്ച്, അപ്പൊ അതിന് നമുക്ക് ആ സർവീസ് ചെയ്ത് തരുന്ന ഉണ്ട്. എസ്പാട്രി ഉണ്ട്, അല്ലെങ്കിൽ ഫിൻഡിബ, കൊറാക്കിള്, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും വഴി നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് റെഡിയാക്കുക. ബ്ലോക്ക്ഡ് അക്കൗണ്ട് റെഡിയാക്കി കഴിഞ്ഞാൽ അതിന്റെ കൂട്ടത്തിൽ അവരുടെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ചെക്ക് ലിസ്റ്റ് നമ്മുടെ ഓഫർ ലെറ്റർ, കവർ ലെറ്റർ, മോട്ടിവേഷൻ ലെറ്റർ, പിന്നെ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ VFS ജസ്റ്റ് വിസ ഇന്റർവ്യൂ ഒന്നും ഇല്ല, നമ്മുടെ ഡോക്യുമെന്റ്സ് അവിടെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുക ആ ടൈം സ്ലോട്ടിൽ. അപ്പൊ അത് കഴിഞ്ഞ് നമുക്കിപ്പോ ജർമ്മൻ വിസയ്ക്ക് ഒരു 30 to 35 ഡേയ്സിനുള്ളിൽ നമ്മുടെ വിസ പ്രോസസ് ആയി വരും. അപ്പം കുറെ സ്റ്റുഡൻസ് എന്നോട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത്, ബ്രോ ഞാൻ ഇവിടെ ജർമ്മനിയിൽ വന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഒന്നും കിട്ടിയില്ല, എന്നെ ഏജൻസിക്കാർ പറ്റിച്ചു, അവര് ഏതോ ഒരു കോഴ്സ് എടുത്ത് തന്നിട്ട് നേരെ ജർമ്മനിയിലേക്ക് കയറ്റി വിട്ടു. അപ്പം അവർക്ക് ഒരു കോഴ്സ്, ഇഷ്ടമില്ലാത്ത കോഴ്സ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അഥവാ അവരെങ്ങനെ എടുത്തു കൊടുക്കുവാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയില്ല. നമ്മളിപ്പം ആദ്യം തന്നെ നമ്മളിപ്പം ഒരു കോഴ്സ് നമ്മൾ നോക്കുമ്പോൾ, ഒരാൾ ജർമ്മനി നോക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ നോക്കണം നമ്മൾ പഠിച്ച ബാച്ചിലേഴ്സ് ഏതാന്ന് നോക്കുക. അപ്പൊ അത് പലയിടത്ത് അന്വേഷിക്കുക. ഇപ്പൊ ഒരിടത്ത് മാത്രം, അല്ലെങ്കിൽ ഒരാൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്നത് മാത്രം വിശ്വസിക്കരുത്. പലയിടത്ത് ഇൻഫർമേഷൻ ഇപ്പം നെറ്റ് നോക്കിയാലും, അല്ലെങ്കിൽ ജർമ്മനിക്ക് പോയ ഒത്തിരി പേരുണ്ട്, ഇവരെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ എന്നിട്ട് അന്വേഷിച്ചേച്ച്
നമ്മൾ പലയിടത്ത് അന്വേഷിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏതൊക്കെ കോഴ്സ് പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് പറ്റുന്ന കോഴ്സസിന്റെ ലിസ്റ്റ് നമ്മൾ എപ്പോഴും ഏത് കോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ കോഴ്സ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുക. നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ഏതോ നമ്മുടെ പ്രൊഫൈൽ വെച്ച് ഇപ്പൊ മെക്കാനിക്കലാണ്, മെക്കാനിക്കലുകാർക്ക് നമുക്ക് കോഴ്സ് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് എടുത്തു തരാന്ന് പറയും. അപ്പൊ ഏത് യൂണിവേഴ്സിറ്റിയിലാണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മളത് കഴിഞ്ഞ് നമ്മൾ ബാക്കി APSന് മൂവ് ചെയ്ത് നമ്മൾ ബ്ലോക്ക് അക്കൗണ്ട് റെഡി ചെയ്ത് നോക്കിയിരിക്കും. അപ്പൊ പിന്നെ അവസാനം ലാസ്റ്റ് മൊമെന്റ് നമുക്ക് ഏത് ഓഫർ വന്നാലും നമ്മൾ കയറി വരണം, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് കിട്ടും, നമ്മൾ അത് കയറി വരും. ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും ആ കോഴ്സിന് ചിലപ്പോൾ റിക്വയർമെന്റ്സ് കണ്ടീഷൻ ഓഫർ ആയിരിക്കും. ആ കോഴ്സ് ഇന്ന സബ്ജക്ട്സ് പാസ്സായാലോ നമുക്ക് മുമ്പോട്ട് അടുത്ത സെമസ്റ്ററിൽ പഠിക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ കാണും. അപ്പൊ നമ്മൾ എപ്പോഴും ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക. ഇപ്പൊ അറിയാതെ ഒരിക്കലും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ഓഫർ കിട്ടുമെന്ന് പറഞ്ഞ് നമ്മള് അപ്ലൈ ചെയ്യുന്ന കോഴ്സും യൂണിവേഴ്സിറ്റി എപ്പോഴും മാക്സിമം നമ്മൾ അറിയാം, അത് നമ്മുടെ അവകാശമാണ്. അത് അറിഞ്ഞിരിക്കുക, എന്നിട്ട് മാത്രം ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുക. അപ്പൊ അതായത് ഒരു ഏജൻസി വഴി അപ്രോച്ച് ചെയ്ത് വരുവാണെങ്കിൽ എന്തായാലും നമ്മുടെ കോഴ്സും യൂണിവേഴ്സിറ്റി ഇതെല്ലാം എന്തായാലും അറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കയറി വരാൻ പാടുള്ളൂ. നെറ്റിൽ അവൈലബിൾ ആണ് ഇതെല്ലാം. കോഴ്സ് ഇപ്പൊ നമുക്ക് ഒരു ഇന്ന കോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്, ഇപ്പം ആ കോഴ്സ് നമ്മൾ നെറ്റിൽ കയറി നോക്കുക. അതിനകത്ത് റിക്വയർമെന്റ് എന്നൊക്കെയാണ്, ജർമ്മനിലാണോ ഇംഗ്ലീഷിലാണോ, ഇതെല്ലാം അതിനകത്തുണ്ട്. ഇപ്പൊ നമ്മൾ അത് നോക്കിയിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുക. നമ്മളിപ്പോ ആരെയും വിശ്വസിച്ച് നമ്മൾ എൻറ്റയർലി അവരാണ് നമ്മൾക്ക് ചെയ്യുന്നത്, അവർക്ക് മൊത്തം കൊടുത്തു കഴിഞ്ഞ അവസാനം ഇവിടെ വന്നു കഴിഞ്ഞേച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ജർമ്മനിയിൽ വരാൻ വേണ്ടിയിട്ട് മെയിൻ ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് ആണ് അല്ലെ. അപ്പൊ ഈ ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാത്ത ഒരു സ്റ്റുഡന്റിന് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഇവിടെ സർവേ ചെയ്യാൻ പറ്റുമോ, അതോ ഈ ജർമ്മൻ ലാംഗ്വേജ് മാൻഡേറ്ററി ആണോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ജർമ്മൻ ലാംഗ്വേജ് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാംസ് ആണ്. ഇപ്പം കേരളത്തിൽ നിന്ന് വരുന്ന ഒരു 95% സ്റ്റുഡൻസ് ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാമിനാണ് വരുന്നത്. അപ്പൊ അതിന് ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. പിന്നെ ജർമ്മൻ ഡോട്ട് പ്രോഗ്രാംസ് ഉണ്ട്, അപ്പൊ അതിന് ജർമ്മൻ ലാംഗ്വേജ് വേണം. C1 ലെവലൊക്കെ ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നമുക്ക് ജർമ്മനിൽ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ജർമ്മനി പരീക്ഷ എഴുതി അങ്ങനെ ചെയ്യാം. അതല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് ഡോട്ട് പ്രോഗ്രാമിന് വരുന്നതിന് ജർമ്മൻ ലാംഗ്വേജിന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് വൺസ് നമ്മൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ജോലിയിലോട്ട് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പം ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പം ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സപ്ലൈ എന്തായാലും ഉണ്ടാകുന്നതാണ്. അപ്പൊ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിന് സപ്ലൈ ഉള്ള ഒരു സ്റ്റുഡന്റിന് ഇവിടെ ജർമ്മനിയിൽ അഡ്മിഷൻ കിട്ടുമോ, അതോ വന്നു കഴിഞ്ഞാല് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ജർമ്മനിയിൽ അഡ്മിഷൻ കിട്ടാൻ നമുക്ക് സപ്ലൈ ഒരിക്കലും ഒരു ക്രൈറ്റീരിയ ആയിട്ട് അവർ നോക്കുന്നതില്ല. സപ്ലൈ നോക്കുന്നതില്ല. ഇപ്പം അഡ്മിഷൻ പല യൂണിവേഴ്സിറ്റിയിലും പല ക്രൈറ്റീരിയ ആണ്. ഇപ്പൊ ചില യൂണിവേഴ്സിറ്റി നോക്കുന്നത് നമ്മുടെ ക്രെഡിറ്റ്സ് ആണ്. ഇപ്പം MG യൂണിവേഴ്സിറ്റി 210 ക്രെഡിറ്റ്സോ ആ ക്രെഡിറ്റ് പോയിന്റ് കൂടുതലാണ്. 182 ആണ്. അപ്പം ചിലപ്പോൾ MG യൂണിവേഴ്സിറ്റിക്ക് മാത്രം കിട്ടുന്ന കുറെ യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ട്. അവർക്ക് അഡ്മിഷൻ ഗ്യാരണ്ടി ആയിട്ട് അവിടെ കിട്ടും, കാരണം അവർ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് നോക്കുന്നത്. ബാക്കി അപ്പം അവർക്ക് ATUക്കാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പൊ അത് ഓരോ ചിലര് അക്കാഡമിക്സ് ആണ് നോക്കുന്നത്, ചില യൂണിവേഴ്സിറ്റി പ്യൂർലി പെർസെന്റേജ് നമ്മുടെ CGP നോക്കുന്നത്. 8 CGP എബോവ് ഉണ്ടോ എന്ന് മാത്രമേ നോക്കുള്ളൂ. അപ്പൊ നമുക്ക് സപ്ലി ഒരിക്കലും ഒരു പ്രോബ്ലം അല്ല. അത് കൂടാതെ ഇപ്പം നമുക്ക് ഇപ്പൊ സപ്ലി ഉള്ളവർ തന്നെ ഇവിടെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവര് ഇവിടെ വന്ന് മാസ്റ്റേഴ്സിന് വന്ന്, അത് എല്ലാവർക്കും വരുമെന്നല്ല, നമുക്ക് വളരെ ചുരുക്കം ആൾക്കാര് ഇവിടെ വന്ന് ഡയറക്റ്റ് ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോബ് വിസയിലോട്ട് മാറിയിട്ടുണ്ട്. ജോബ് വിസയിലോട്ട് മാറാൻ പറ്റുമല്ലോ സ്റ്റുഡന്റ് ആയിട്ട് വന്ന്. അപ്പൊ അത് നമ്മളിപ്പം ഇതിനകത്തൂടെ പറഞ്ഞ എല്ലാവർക്കും അങ്ങനെ വരുമെന്നല്ല. അതിനായിട്ട് എക്സ്പീരിയൻസ് IT-യിലൊക്കെ എക്സ്പീരിയൻസ് ഇത്ര കൊല്ലങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവര് ഇവിടെ വന്ന് മാസ്റ്റേഴ്സിന് വന്നു കഴിഞ്ഞാൽ അവര് ഡയറക്റ്റ് ജോലിക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ജോബ് വിസയിലോട്ട് മാറാൻ പറ്റും. അതായത് സ്റ്റുഡന്റ് ആയിരിക്കുന്നതെന്ന് നേരെ തന്നെ അവർക്ക് ജോബ് സ്റ്റാറ്റസിലോട്ട് മാറാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടണമെങ്കിൽ, അതായത് ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആണ്, നമ്മളൊരു ജർമ്മനി എന്ന് പറയുന്ന ഒരു ബിഗ് സ്റ്റെപ്പ് തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറെ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ കോമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാ വേണ്ടതെന്ന് ഹാരി നമ്മളോട് കൂടുതലായിട്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിനകത്തോട്ട് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. ഇതല്ലാതെ ഇപ്പം നമുക്കിപ്പം ജർമ്മനി മാസ്റ്റേഴ്സ് വരാൻ ഇപ്പം നമുക്ക് ഒരാൾക്ക് തന്നെ വേണമെങ്കിലും ചെയ്യാം. തന്നെ ചെയ്ത് ഒത്തിരി പിള്ളേർ വരുന്നുണ്ട്. ഇപ്പൊ അതല്ലാതെ ഹെൽപ്പ് വേണ്ടവര് നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആദ്യം കോഴ്സ്
കോഴ്സ് സജസ്റ്റ് ചെയ്യുന്നോടം തൊട്ട് ഇപ്പൊ APS എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പൊ അത് ഓൾറെഡി എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് APS. അതിന്റെ സ്റ്റെപ്സ് തൊട്ട് കോഴ്സ് സജസ്റ്റ് ചെയ്ത് നമ്മളിപ്പം ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയും കോഴ്സും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം തന്നെ ഷെയർ ചെയ്യും. ആദ്യം തന്നെ നമുക്ക് വാട്സപ്പിൽ ചോദിച്ചാൽ നമുക്കിപ്പോ ഏത് സ്റ്റുഡൻസിന് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. നമുക്കിപ്പോ കൊടുക്കാൻ പറ്റും, ഇത് നെറ്റിൽ കിട്ടുന്ന സാധനമാണ്. അപ്പൊ കോഴ്സ് തൊട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അസിസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഒത്തിരി ലക്ഷങ്ങളൊക്കെ മുടക്കി ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലോട്ട് ചില പിള്ളേർ എനിക്കറിയാവുന്നതാണ്. പിന്നെ ഞാനും കുറെ കേട്ടിട്ടുണ്ട്, ചിലവർ 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയൊക്കെ ജസ്റ്റ് ഏജൻസി ഫീ മാത്രം കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. ഒരിക്കലും ഇല്ല. അതിപ്പോ പലയിടത്തും അന്വേഷിക്കാത്ത കുഴപ്പമാണ്. നമ്മളിപ്പോ ഒരാൾ ആരെയും ഇപ്പൊ ഞങ്ങൾ പറയുന്നത് തന്നെ അത് മാത്രം വിശ്വസിക്കരുത്. ഇപ്പൊ പലയിടത്ത് പോയി അന്വേഷിക്കുക. ഇപ്പം നമ്മുടെ ലൈഫിലെ ഒരു ബിഗ് സ്റ്റെപ്പാണ്. ശരിയാണ്. അപ്പൊ പലയിടത്ത് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ജെന്യൂൻ ആയിട്ട് തോന്നുന്നത് മാത്രം പ്രൊസീഡ് ചെയ്യുക. അത് തന്നെ, ആരും നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇല്ല, ഇപ്പൊ ഇത് തന്നെ യൂട്യൂബ് ചാനൽ തന്നെ ഒത്തിരി ഉണ്ട്, ഇൻഫർമേഷൻ അവിടെ കളക്ട് ചെയ്യാൻ പറ്റും. ശരിയാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും എല്ലായിടത്തും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും ജെന്യൂൻ ആയിട്ട് തോന്നുന്നത് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക. ഇവിടെ ഇപ്പൊ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ കുറെ പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാല് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, അക്കോമഡേഷൻ കിട്ടാൻ തന്നെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് എളുപ്പത്തിൽ കിട്ടാനുള്ള ഒരു വഴി, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്? അക്കോമഡേഷൻ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡന്റ് നെറ്റ്വർക്ക് ഉണ്ട്. സ്റ്റുഡൻസ് തന്നെ നിൽക്കുന്ന സ്ഥലം. അപ്പൊ അവിടെ ചില യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം സ്റ്റുഡൻസ് വന്ന് കുറെ നാളത്തേക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. അപ്പൊ അത്രയും നാൾ അവർ വേറൊരു അക്കോമഡേഷൻ കാണും. അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിറ്റി രജിസ്ട്രേഷൻ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ബ്ലോക്ക് അക്കൗണ്ട് റിലീസ് ആകത്തുള്ളൂ. അപ്പൊ അക്കോമഡേഷന് നമുക്ക് ഒരു വാലിഡ് കോൺട്രാക്ട് വേണം. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ഇവിടുത്തെ ഉള്ള മലയാളീസിനെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഹെൽപ്പ് ചെയ്ത് വന്ന സ്റ്റുഡൻസിന്റെ കോൺടാക്ട്സ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ആവശ്യക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അവരെ കോൺടാക്ട് ചെയ്ത് അവരുള്ള സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റി ഏതാണോ അവിടെയുള്ള മലയാളീസ്, നമുക്ക് അറിയാവുന്നവരുടെ മലയാളീസിന്റെ കോൺടാക്ട്സ് നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അവരെ കോൺടാക്ട് ചെയ്ത് അവരുടെ അറിവിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും അഡ്മിഷൻ അസിസ്റ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കോളേജിലൊക്കെ പഠിച്ചവര് ചിലപ്പം ഇവിടെ നമ്മൾ ത്രൂ ചെയ്ത് വന്നവര് കാണും. അവരുടെ കോൺടാക്ട്സ് നമുക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. നമുക്ക് എല്ലാം ഓപ്പൺ ആണ്, അതിനകത്ത് നമ്മളൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ജർമ്മനിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ കൂടാതെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് കുറെ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് എല്ലാവരും. അപ്പൊ ഇതും സംബന്ധിച്ച് കുറെ പേർക്ക് ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്ക് എന്തായാലും അറിയാം. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ. കൂടാതെ ഞാൻ വാട്സ്ആപ്പ് നമ്പറും ഷെയർ ചെയ്യുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിപ്ലൈ കിട്ടുന്നതാണ്. അതിൽ നിങ്ങളുടെ മാക്സിമം ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ കമന്റ് ബോക്സിൽ എന്തായാലും വന്ന് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്, കാരണം ഞങ്ങൾ എപ്പോഴും അതിൽ അവൈലബിൾ ആയിരിക്കും. കൂടാതെ വാട്സ്ആപ്പ് നമ്പറും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, മാക്സിമം ഞങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.